നീ എന്താ ഇവിടെ? എന്റെ വണ്ടി ഒന്ന് പഞ്ചറായി. ചേട്ടൻ ടൗണിലേക്കാണോ? എന്നെ ഡ്രോപ്പ് ചെയ്യും. വേഗം കയറി. എനിക്ക് ഓട്ടോ നിർത്തി. എനിക്ക് ചുവന്ന കളറിൽ വെള്ളപ്പൂക്കളുള്ള ചുരിദാറിട്ട് നിൽക്കുന്ന ആളോട് പറയണം, അവർ ഒരു ലൂപ്പിലാണ്. ഇന്ന് ചേട്ടാ, ഞാൻ പോവാനുള്ള ഒരുക്കത്തിലായിരുന്നു. ചേട്ടൻ വൈകുന്നേരം റിസപ്ഷൻ അല്ലേ വരുന്നുള്ളൂ? ദേവ് ബ്യൂട്ടി പാർലർ പോയേക്കാ ത്രെഡ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഈ ഒരു കമ്പനിക്ക് പോയി. നിക്ക് പുറവശത്തുണ്ടാവും. അല്ലേ ഏട്ടാ, ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിയ വിവരം ചേട്ടൻ എങ്ങനെ അറിഞ്ഞു? അതും കളറ് സഹിതം. അതൊരു വലിയ കഥയാ. അത് ഞാൻ നിക്കിനെ കണ്ടിട്ട് വരട്ടെ, എന്നിട്ട് പറയാം. എടി നിക്കി, ഒന്നിങ്ങ് വന്നേ. വിശേഷം വാ പറയാം. എന്താണ് പുതിയ വല്ല ഉടായ്പാണോ? ഈശ്വര, ഞാൻ ഇവൾ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? എന്താ മാമ കഥകളി കാണിക്കുന്നേ? എന്താ മൊബൈലില്? നീ ടൈം ലൂപ്പ് കേട്ടിട്ടുണ്ടോ? അതെന്തോന്ന് ടൈം ലൂപ്പ്? ഓ, അപ്പൊ ഈ സമയത്ത് നമുക്കൊന്നും ഓർമ്മയില്ല. ഒരു മിനിറ്റ്, ഞാനൊരു സിനിമയുടെ ക്ലിപ്പ് കാണിച്ചു തരാം. ഇതാ, ഇതൊന്ന് കണ്ടേ. സിനിമ ക്ലിപ്പ്? ഇയാളല്ലേ ഇപ്പൊ മരിച്ചേ? പിന്നെങ്ങനെ ഇയാള് വീണ്ടും വന്നു? യെസ്, ഇതാണ് ടൈം ലൂപ്പ്. എഡ്ജ് ഓഫ് ടുമാറോ എന്ന് പറഞ്ഞ ഈ സിനിമയിലെ നായകൻ വെറും ഒരു സാധാരണക്കാരനായ പട്ടാളക്കാരനാണ്. ഒരു ദിവസം ഇയാൾക്ക് ഒരു യുദ്ധത്തിന് പോകേണ്ടി വന്നു. ഏലിയൻസിന്റെ ആക്രമണത്തിൽ അന്ന് ഈ യുദ്ധത്തിൽ അയാൾ കൊല്ലപ്പെട്ടു. പക്ഷെ അതൊരു ലൂപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ തുടങ്ങിയടുത്ത് തന്നെ തിരിച്ചെത്തി. അയാൾ വീണ്ടും യുദ്ധത്തിന് പോയി, വീണ്ടും കൊല്ലപ്പെട്ടു. അങ്ങനെ അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അയാളുടെ കാമുകി ഈ ടൈം ലൂപ്പിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തുന്നതാണ് കഥ. ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നത്? നിനക്ക് മനസ്സിലാകാൻ വേണ്ടി ഇത് കാണിച്ചു തന്നുള്ളൂ. എനിക്ക് മനസ്സിലാക്കി തന്നിട്ട് എന്തിനാ? അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമയൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല. മനസ്സിലാക്കിയിട്ട് കാര്യമുണ്ട്. നമ്മളും ഇതേപോലെ ലൂപ്പിൽ അകപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? വിശ്വസിക്കും. ശരിക്കും ഞാനൊരു ലൂപ്പിൽ തന്നെയാണ്. മാമന്റെ കാര്യം അറിയില്ല. നിനക്കപ്പോ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാ? കാര്യങ്ങളോ? ഈ എന്തോന്ന്? അല്ല, നീ ലൂപ്പിലാണെന്ന് പറഞ്ഞത്? അതാണ് ഈ വീട് എന്ന ലൂപ്പിൽ. 3-4 കൊല്ലമായിട്ട് എന്ന് രാവിലെ എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു, പൂച്ചേനെ പഠിക്കുന്നു, വീണ്ടും കഴിക്കുന്നു, ഉറങ്ങുന്നു, ഉണരുന്നു, അങ്ങനെ ഫുള്ള് ലൂപ്പ്. ഓ, അത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്കണം. വിശ്വസിക്കണമെന്നില്ല, പക്ഷെ കേൾക്കണം. മാമന്റെ സംസാരം കേട്ടിട്ടെന്തോ സീരിയസ് കാര്യമാണല്ലോ. എന്താ മാമ? ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അറിവുള്ളതല്ല. ഇതൊക്കെ സത്യമാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഇതാ, ഇത് നോക്ക്. ഇത് ഞാൻ കുറച്ചു മുമ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പ്രൈവറ്റ് വീഡിയോ ആണ്. എന്താ? ഹായ് അർജുൻ, ഇത് നീ തന്നെയാണ്. ഇന്നലെ നീ എടുത്ത നിന്റെ തന്നെ വീഡിയോ. നിനക്ക് നിന്നെ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പുറപ്പെടണം. എന്താ മാമത്? മാമൻ എന്തിനാ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീ വിശ്വസിച്ചാലോ ഇല്ലെങ്കിലോ ഈ വീഡിയോ എടുത്തതോ പോസ്റ്റ് ചെയ്തതോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാൻ ഈ ടൈം ലൂപ്പിലായോണ്ടായിരിക്കും. എന്ന് വെച്ചാ ഈ വീഡിയോ പറഞ്ഞ പോലെ 9:45 മുതൽ 10:15 വരെ ഈ വീട്ടിലൊരു ലൂപ്പ് കിടക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നിട്ടിപ്പോ 9:45 ആയില്ലല്ലോ. ഇല്ല, പക്ഷെ ഈ വീഡിയോ കാരണം ഈ ലൂപ്പിന്റെ ഒരു സൈഡ് തകർത്ത് ഞാൻ മുന്നോട്ട് കയറി. ഇനി 10:15 അപ്പുറത്തോട്ട് പോകാൻ പറ്റുമെന്നാണ് അറിയേണ്ടത്. അപ്പോ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ 9:45 മുതൽ ഞാൻ ലൂപ്പിൽ കയറും. അതിനുശേഷം എനിക്ക് എല്ലാം ഓർമ്മ വരും അല്ലേ? വരും ആയിരിക്കും. അങ്ങനെയല്ലേ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ 10:15 ഒരാൾ വന്ന് വീട് കത്തിക്കോ? യെസ്,
അത് തടയാൻ വേണ്ടി നമ്മൾ രണ്ടുപേരും ഉണ്ടാക്കിയ എന്തോ ഒരു ഐഡിയ ആണ് ഈ വീഡിയോ. നമ്മൾ രണ്ടോളോ? അതെങ്ങനെ മാമൻ അറിഞ്ഞു നമ്മൾ രണ്ടോളം കൂടെയാണെന്ന്? നീ ഇപ്പൊ കണ്ട വീഡിയോയുടെ ലാസ്റ്റ് ശ്രദ്ധിച്ചായിരുന്നോ? ആ വീഡിയോ മുഴുവൻ ഞാൻ കണ്ടതല്ലേ ഇപ്പോ? ആ കാണലല്ല, ശ്രദ്ധിച്ച് കാണണം. നിന്നെ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പുറപ്പെടണം. ഇത് തന്നെ ഞാൻ കണ്ടേ. ഇതാ. അയ്യോ, അത് ഞാനല്ലേ ഇരിക്കുന്നത്? അതെ, നീ മാത്രമല്ല, ഞാൻ വീഡിയോയിൽ പറഞ്ഞ അതേ ഡ്രസ്സാണ് ഉണ്ണിമോളൊന്ന് കല്യാണത്തിന് പോകാൻ വേണ്ടി ഇട്ടിരിക്കുന്നത്. അപ്പോ യെസ്, നമ്മൾ ടൈം ലൂപ്പിലാണ്. വീട് കത്തിക്കാൻ വരുന്ന ആളെ തടയുക, അല്ലെങ്കിൽ ആളെ പിടിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അത് നമ്മൾ എങ്ങനെ ചെയ്യും? എങ്ങനെ അയാളെ തടയും? അതിനുള്ള വഴി കണ്ടെത്തണം. എങ്ങനെ? ഈ വീട് ചിലപ്പോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ചിലപ്പോൾ 10ാമത്തെ ലൂപ്പിലോ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടാവുക. ഒരുപാട് തവണ നമ്മൾ പല വഴി ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ലൂപ്പും ആദ്യം സംഭവിച്ച പോലെ തന്നെയാണ്. കാരണം പഴയതൊന്നും ഓർമ്മയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ? അത് ആലോചിക്കണം. നമ്മൾ ടൈം ലൂപ്പിലാണെങ്കിൽ മാമൻ വീഡിയോ ഉണ്ടാക്കി രാവിലെ തന്നെ ഇവിടെ എത്തിയത് വെറുതെ ആയിരിക്കില്ല. മേ ബി അമ്മയും ടീമും കല്യാണത്തിന് പോകുന്നതിന് മുന്നേ ഇവിടെ എത്താൻ വേണ്ടി തന്നെ ആണെങ്കിലും. യെസ്, അത് ശരിയാണ്. കാരണം 9:45-നും 10:15-നും ഇടയിലുള്ള 30 മിനിറ്റ് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് വീട് കത്തിക്കുന്ന തടയാൻ അവൻ ആരെന്ന് കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തും? ഈ വീടൊക്കെ കത്തിക്കണമെങ്കിൽ ഇവിടെ ഉള്ള ആരെങ്കിലും ശത്രു ആയിരിക്കും അവൻ. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ കള്ളനും ആയിരിക്കും. എന്നാ നമുക്ക് ഈ കാര്യം അമ്മയോടും ചേച്ചിയോടും പറഞ്ഞൊരു ക്ലാരിറ്റി വരുത്താം. അല്ല, അവരോട് കാര്യം പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് പോരെ, എന്നിട്ട് ചോദിക്കാം. വെറുതെ സമയം കളയണോ? എനിക്ക് തന്നെ മനസ്സിലാവാം ഇത്ര സമയം എടുത്തു. അപ്പൊ അവരോടും കൂടി പറയുന്ന 9:45 കഴിയും. എന്നാ വേണ്ട, ആദ്യം നമുക്ക് അവർക്ക് വല്ല ശത്രുക്കളുണ്ടോന്ന് അറിയാം. അത് തന്നെ ഞാനും പറയുന്നത്. അതിനുശേഷം മതി ബാക്കിയല്ല. ഓക്കെ, വാ. ഓ, ഉണ്ണിമോളിപ്പോ ചുവന്ന കളറിൽ വെള്ളപ്പൂക്കൾ ചുരിദാറിട്ട് വരും. മാമൻ വീഡിയോ പറഞ്ഞ പോലെ അല്ലേ? ഉണ്ണിമോളെ, ഒന്ന് വന്നേ. എന്താ പിള്ളേര് വന്നില്ലേ? അത് സമയം എടുക്കും. ബ്യൂട്ടി പാർലർ അല്ലേ. ചേട്ടൻ എന്തിനാ വിളിച്ചേ? അത് ഞാനൊരു കാര്യം അറിയാനാ. എടി, ശത്രുക്കൾ ആരെങ്കിലും ഉണ്ട്? ശത്രുക്കളോ? എന്താ അങ്ങനെ ചോദിക്കാൻ? കാര്യമുണ്ട്, സീരിയസ് കാര്യമാണ്. ഉണ്ടോ പറ. ഇല്ല, എന്റെ അറിവിലില്ല. അമ്മയുടെ അറിവിലല്ലാതെ വേറെ ആർക്കെങ്കിലും? പപ്പയ്ക്കോ ദേവു ചേച്ചിക്കോ? പിന്നെ ദേവുന് അവക്ക് എന്ത് ശത്രുക്കള്? പിന്നെ പപ്പയ്ക്ക് വല്ല ശത്രുക്കളുണ്ടോ? ചേട്ടായിക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ വല്ല അസൂയക്കാരുണ്ടെങ്കിലേ ഉള്ളൂ. ഓ, അസൂയക്കാരൊന്നും ഈ വീടൊന്നും വന്ന് തീ വെച്ച് നശിപ്പിക്കുന്നു അല്ലേ മാമ? തീ വെച്ച് നശിപ്പിക്കുന്നു? ആര്? ഏത് വീട്? അല്ല, അത് പറഞ്ഞ നിനക്ക് മനസ്സിലായിക്കോളണമെന്നില്ല. അതെന്താ മനസ്സിലാവാത്തെ? നിങ്ങൾ പറ. നിങ്ങളുടെ ചുറ്റിക്കളി കണ്ടപ്പോഴേ എനിക്കെന്തോ പന്തികേട് മണത്തായിരുന്നു. പിന്നെ ഞാൻ ബിസി ആയി പോയി. ഓ, എന്താ കാര്യം എന്നൊന്ന് പറ ചേട്ടാ. എടി, അതൊന്നുമില്ല. ഈ വീട് കത്തിക്കാൻ ആരോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഒരു വിവരം കിട്ടി. പക്ഷെ ആരാണെന്ന് എന്തിനാണെന്ന് ഒരു പിടിയില്ല. അതൊന്ന് അന്വേഷിക്കാനാണ് ഞാൻ രാവിലെ വന്നത്. അയ്യോ, ഈ വീട് കത്തിക്കാനോ? എന്തിന്? അതല്ലേ പറഞ്ഞ ഒരു പിടിയില്ലെന്ന്. അന്വേഷിക്കണം. ചേട്ടൻ എവിടുന്ന് ഈ വിവരം കിട്ടിയത്? ആ വഴിക്ക് അന്വേഷിച്ചപ്പോ ഒരാളെ കിട്ടാൻ. എല്ലാ വഴിക്കും അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ഞങ്ങൾ നടുക്കടല്ല, കര കാണാത്ത നടുക്കടൽ. അതെ, ഞാനെന്നാ ചേട്ടായിനൊന്ന് വിളിച്ചു നോക്കട്ടെ, എന്തെങ്കിലും വിവരം കിട്ടുമെന്നറിയാം. വിളിക്ക്. എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ? പോയതുമില്ല. എന്നാ ശത്രുക്കളുണ്ടോന്ന് അന്വേഷിക്കുകയും ചെയ്യാം. ഹലോ ചേട്ടായി. ശത്രുക്കളൊന്നുമില്ല എന്നാണ് അളിയൻ പറയുന്നത്. നിക്കി, ഒരു ചെറിയ മുന്നേറ്റം പോലും നടന്നില്ലല്ലോ. നോക്കാം മാമ, എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല. ഞങ്ങൾ ഇന്ന് കല്യാണത്തിന് പോണില്ലാന്ന് വെച്ചാലോ? ഇന്നെങ്ങാനും ആണെങ്കിലും അവൻ വരുന്നത്.
അയ്യോ അത് പറ്റില്ല, നിങ്ങൾ പോയാലും ലൂപ്പ് വർക്കാവുള്ളൂ. ലൂപ്പോ? ആ ലൂപ്പ് അതല്ല, ലൂപ്പ് ഹോൾസ്. അത് കിട്ടിയാലേ നമുക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതെ. പക്ഷെ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് അവൻ വന്നാലോ വീട് കത്തിക്കാൻ? അതിനല്ലേ ഞാനും നിക്കും. ഇതിനൊരു തീരുമാനം ആവുന്നതുവരെ ഞാനും നിക്കി ഇവിടെ കാണും. ഏതോ ഒരുത്തൻ അവിടെ കിടന്ന് ചുറ്റിത്തിരിയുണ്ട്. അയ്യോ ചേട്ടാ, അത് അവനായിരിക്കും. അവനോ? ആര്? അത് ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട്, അവനാന്ന് വിചാരിച്ചിട്ടാ. ഏയ്, കള്ളന്റെ ലക്ഷണമൊന്നുമില്ല. ഏതോ ഒരു ബൈക്ക് റൈഡറിനെ പോലെ ഉണ്ട് കണ്ടിട്ട്. എന്നാ വല്ല മുള്ളാനും ഇറങ്ങിയതായിരിക്കും. അതാ നിങ്ങളെ കണ്ടപ്പോ ചുറ്റിയത്. ബൈക്ക് റൈഡർ ആണെങ്കിൽ ബൈക്ക് വേണ്ടേ? ഇത് ബൈക്കില്ലല്ലോ. ബൈക്ക് കണ്ടില്ലേ? ദാ ആ മരത്തിന്റെ അപ്പുറത്തുനിന്ന് കണ്ടേ. നിനക്ക് അവനെ എവിടുന്നെങ്കിലും കണ്ട പരിചയമുണ്ടോ? അതിന് മുഖം കണ്ടില്ല, ഹെൽമെറ്റ് ഇട്ടുണ്ടായിരുന്നു. ഹെൽമറ്റോ? എന്നാ ബൈക്കിൽ വന്നത് തന്നെ ആയിരിക്കും. ബൈക്ക് നിങ്ങൾ കാണാഞ്ഞിട്ടാ. വാ, പോവാനുള്ളതല്ലേ, സമയം കളയണ്ട. അല്ല മാമ, പറയാൻ പറ്റൂല. ചിലപ്പോ കള്ളന്മാരും ഹെൽമെറ്റ് ധരിച്ച് വരാലോ. ഒരുപാട് കള്ളന്മാർ അങ്ങനെ വരാറുണ്ട്. നിങ്ങൾ എന്നാ പോയി കഴിച്ചോ? ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 9:30 ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ. ആ, മുട്ടക്കറി ഉണ്ടോ? ഒരു മുട്ട എനിക്കും വേണം. ചേട്ടാ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, ഇത് അവൻ തന്നെയാണെങ്കിലോ? ഏയ്, ഇതാ വരുന്നല്ലോ, ഇവരുടെ ആയിക്കോ. ഹലോ, ഞാനൊന്ന് ഇരുന്ന് ആലോചിച്ചു. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ശത്രുക്കളൊന്നും ഇതുവരെ ഇല്ല. അതിപ്പം ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും. അപ്പൊ ശത്രുക്കളൊന്നും അല്ല ഇതിന്റെ പിന്നിലെന്ന് ഉറപ്പാല്ലേ? എൻ്റെ അറിവിലുള്ളൊരു കാര്യമാണ്. ഇനി ഞാൻ അറിയാതെ വല്ലവരും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇനി ഉണ്ടെങ്കിലും വീട് കത്തിക്കാൻ മാത്രമുള്ള ഒരു ശത്രുതയുള്ള ആരും ഇല്ല. ഓക്കെ, അപ്പൊ ശത്രു അല്ല. പിന്നെ എന്തെങ്കിലും അസാധാരണമായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നില്ലേ? യെസ്, ചോദിച്ചു. അങ്ങനെയല്ലോ ഉണ്ടോ? വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ യെസ് ഉണ്ട്. എന്താ അത്? ഞാനൊരു സ്ഥലക്കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് കക്കാടംപാൽ റൂട്ടിൽ മൂലേപ്പാടത്തുള്ള കഫേ കാച്ചിൽ വരെ പോയിരുന്നു. അതളി ഇടയ്ക്ക് പോകാറുള്ളതാണോ? എന്നിട്ട് പറഞ്ഞല്ലോ, വലിയ സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഡൗട്ട്. അന്ന് ഡീല് നടന്നപ്പോൾ അഡ്വാൻസ് ആയിട്ടൊരു 10 ലക്ഷം രൂപ എനിക്ക് കിട്ടിയായിരുന്നു. ഓക്കെ, അതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നല്ലേ. ഇതിലിപ്പോൾ എന്താ അസാധാരണമായിട്ട്? അതല്ല അളിയ, അന്ന് ഡീൽ നടക്കുമ്പോൾ ആ കഫേയിൽ ഞങ്ങളെ കൂടാതെ വേറൊരുത്തം കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡീൽ ഉറപ്പിച്ച പാടെ അവനപ്പം തന്നെ കഫേയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അവനിനി കണ്ടറിയോ? ഇല്ല, കാരണം അവൻ പുറം തിരിഞ്ഞായിരുന്നായിരുന്നു. മാത്രമല്ല, അവൻ പോകുന്ന വഴി ഞങ്ങളുടെ അടുത്തെത്തുന്നതിന് തൊട്ട് മുമ്പ് ആ ഹെൽമെറ്റ് എടുത്ത് തലയിലിട്ടു. അല്ല, ഇതിലിപ്പോൾ എന്താ അസാധാരണമായിട്ട് ഫീൽ ചെയ്തേ? പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ തിരിച്ചു പോരുമ്പോൾ യാദൃശികമായിട്ടെന്നവണ്ണം അവനെ 2-3 സ്ഥലത്ത് വെച്ച് വീണ്ടും വീണ്ടും കണ്ടു. ഇപ്പം ആലോചിച്ചപ്പം ഇനി അവനാ ക്യാഷ് എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിച്ച് അത് അടിച്ചെടുക്കാനെങ്ങാനും വീട്ടിൽ വന്ന് കയറിയാണോ എന്ന് ഒരു ഡൗട്ട്. ആ ക്യാഷ് അളിയോടെ വെച്ചേ? അത് ഈ ഒരു സംഭവം എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ആ ക്യാഷ് ഞാൻ വേറൊരു സ്ഥലത്ത് സേഫാക്കി വെച്ചു, വീട്ടിലില്ല. എൻ്റെ മനസ്സിൽ ഈ ഒരു സംഭവം വന്നപ്പോൾ ഞാനത് അളിയനെ വിളിച്ച് പറഞ്ഞു എന്നുള്ളൂ. ശരിയളിയാ, ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ പുറകുണ്ട്. ഓക്കെ, വിളിക്കാം. വേണ്ട, പറയണ്ട. എനിക്ക് ഏതാണ്ടെല്ലാം മനസ്സിലായി. നെക്സ്റ്റ് പരിപാടി പറ, അത് നോക്കാൻ. ഇതിപ്പോൾ ശത്രുക്കളെ കളിയല്ലാന്ന് മനസ്സിലായി. പിന്നെ കള്ളനാവാൻ ഒരു 10-20% സാധ്യതയുള്ളൂ. പിന്നെ കള്ളനൊന്നും വീട് കത്തിക്കാൻ നിൽക്കത്തില്ല. അത് ശരിയാ. ക്യാഷ് വല്ലതും കിട്ടിയാൽ എടുത്തോണ്ട് പോകാനല്ലേ കള്ളന്മാർ നോക്കുള്ളൂ. ഇതിപ്പോൾ നേരെ വന്ന് വീട് കത്തിക്കുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? ആർക്കറിയാം. എന്തായാലും നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. 8:15. ഇനി 1.5 മണിക്കൂറും കഴിഞ്ഞാൽ ലൂപ്പ് തുടങ്ങും. മാമ, നിലവിലൊരു തുമ്പും കിട്ടാത്ത സ്ഥിതിക്ക് നമുക്ക് അവനെ ലോക്കാക്കിയാലോ? 9:45-നും 10:15-നും ഇടയിൽ എപ്പോഴോ അവൻ വരും. വന്ന പാടെ അവനെ നമുക്ക് ലോക്കാക്കാം. അത് മാമ വിചാരിച്ചാൽ നടക്കൂലേ? അത് പറ്റും. പക്ഷെ അവൻ വന്നിട്ട് എന്താ ചെയ്യാൻ പോണെന്ന് നമുക്കറിയില്ലല്ലോ. അതറിയാൻ 9:45 വരെ വെയിറ്റ് ചെയ്താൽ പോരെ? അപ്പൊ എനിക്കെല്ലാം ഓർമ്മ വരൂലേ? യെസ്. പക്ഷേ അവനെ പൂട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ? ഇല്ലെങ്കിൽ അടുത്ത ലൂപ്പിൽ നോക്കാം.
പിന്നെ 9:45 കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കുറെ കൂടി ഐഡിയാസ് എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം 9:45 വരെ. യെസ്, വെയിറ്റ് ചെയ്യാം. മാമൻ ഇവിടെ വെയിറ്റ് ചെയ്തോ, ഞാൻ ഇവിടെ സൈഡിൽ ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാം. ചേട്ടാ എണീറ്റ്, ഞങ്ങൾ പോവാ. 9 മണി മുതൽ എന്തോ ഇവന്റ് അലാറം കിടന്ന് അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്തൊരു ഉറക്ക ഇത്, ഇങ്ങനെ ഉറങ്ങി അവര് കയറി തീ വെച്ചിട്ട് പോവും. ഞാനൊന്നും മയങ്ങിപ്പോയി. ഞങ്ങൾ ഇറങ്ങാ, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ആ, ഞാൻ നോക്കിക്കോളാം. മാമ സമയത്രേ? 9:45 ആവാറായി. അല്ല, ആയി. മാമ കമോൺ, എല്ലാവരും വന്നു. എടീ, നിങ്ങൾ പൊക്കോ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. വേഗം വാ, 1/2 മണിക്കൂറുള്ളൂ. മാമ പറഞ്ഞതെല്ലാം സത്യമാണ്, ടൈം ലൂപ്പാണ്. മാത്രമല്ല ആ വരുന്നവൻ ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പൊ അവനെ തന്നെയാവും ദൈവം നീ റോട്ടിൽ കണ്ടത്. യെസ്, അതുപോലെ പപ്പ കണ്ടതും അവനെ തന്നെയായിരിക്കും. ഇതെല്ലാം തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതുപോലെ കഴിഞ്ഞ ലൂപ്പിൽ മാമൻ അവന്റെ ഹെൽമെറ്റ് ഊരി. മാമൻ അവൻ അറിയാം. അവൻ വന്നിട്ട് എന്താ ചെയ്യാറ്? അവൻ നേരെ വന്ന് ഗ്യാസ് ഓണാക്കി അടുക്കള കത്തിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവൻ ബോംബിടും. എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയെങ്കിലും അവൻ അത് ചെയ്തിരിക്കും. അതാണ് അവൻ. എന്നാ അവനെ നമ്മളിന്ന് ലോക്കാക്കും. കഴിഞ്ഞ ലൂപ്പിൽ മാമൻ അവന്റെ ഹെൽമെറ്റ് ഊരി. പക്ഷെ ഞാൻ അവന്റെ മുഖം കാണുന്നതിന് തൊട്ട് മുമ്പേ അവൻ സിഗരറ്റ് ലാമ്പ് കത്തിച്ച് ഗ്യാസ് പൊട്ടിത്തെറിപ്പിച്ച് നമ്മൾ ചത്ത്. ഓഹോ, അപ്പൊ പൊട്ടിത്തെറിക്കണമൊന്നും അവന്റെ കയ്യിൽ പാടില്ല അല്ലേ? അപ്പൊ വഴി ഉണ്ടാക്കാം. നീ വാ. എന്താ വഴി? ഇപ്പൊ സമയം 9:50. നീ വാ. ആ, വേഗം പോയി എവിടെ ഒളിക്കാം. അവനിപ്പോ വരും. ആ ബോംബ് എങ്ങനെയാ അവൻ കൊണ്ടുവരാറ്? അത് ഒരു ബാഗിലിട്ടാണെന്ന് തോന്നുന്നു. പക്ഷെ അകത്ത് കയറുന്ന സമയത്ത് ബാഗ് കാണാറില്ല. എന്നാ അത് പുറത്തെവിടെയെങ്കിലും വെച്ചിട്ടാവും അവൻ അകത്ത് കയറുന്നത്. ആ, ആയിരിക്കും. ഗ്ലൗസ് ഇടുന്നു. ബാഗ് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ബാഗിന്റെ കാര്യം ഞാൻ തീരുമാനാക്കി തരാം. മാമ സൂക്ഷിച്ച്, ബാഗിൽ ബോംബുണ്ടാവും. എന്തിനാ ഡോർ ലോക്കാക്കുന്നേ? എന്താ ഗ്യാസ് തുറന്നു. മാമ എന്താ പ്ലാൻ? എങ്ങനെയാണ് അവനെ ലോക്കാക്കാൻ പോകുന്നത്? നീ കണ്ടോ? ഇങ്ങോട്ട് പോര് ബോസേ, അത് ലോക്കാ. നോക്കണ്ട, സകല വഴിയും ബ്ലോക്കാ. നിനക്കിനി ഒരു തിരിച്ചു പോക്കില്ല. ബോസേ, ഗ്യാസ് ഞങ്ങൾ ലോക്കാക്കി. എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും അറിയാമെന്ന് മനസ്സിലായി. അതുകൊണ്ട് നീ ആ ഹെൽമെറ്റ് എല്ലാം എടുത്ത് മാറ്റി. നീയോ? ഇവന് ഞാൻ വരുന്ന വഴി ലിഫ്റ്റ് കൊടുത്താ. ഇവന്റെ ബൈക്ക് പഞ്ചറായിട്ട്. ഇവൻ ഇവിടെ എവിടെയോ ഉള്ളതാണ്. ആരാ നീ? അത്ര അറിയുള്ളൂ. മോശം മോശം മോശം. ഓ, ഈ ലൂപ്പിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ അല്ലേ?
ചേട്ടാ കഴിഞ്ഞ 2-3 ലൂപ്പിലായിട്ട് നമ്മൾ സ്ഥിരം കാണാറുണ്ട്. ലൂപ്പ് നിനക്ക് എങ്ങനെ? ഒന്നുകൂടി അറിഞ്ഞു വെച്ചോ, നിങ്ങളുടെ ഈ പട്ടിക്കുട്ടി ചത്താലും ഞാൻ ചത്താലും ടൈം ലൂപ്പ് വർക്കാണ്.